എന്തുകൊണ്ടാണ് വിലയാടാ? ഒരു ഷർട്ടിന് 2000 രൂപയോ? 5 ഫുള്ളിന്റെ പൈസ. അതിന് നീ അല്ലല്ലോ കാശ് കൊടുത്തത്. നീ പൈസ കൊടുത്താലും 5 ഫുള്ള് പോയില്ലേ? 5 ഫുൾ എന്ന് പറഞ്ഞാൽ 62 പെഗ്. നിന്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് അതിന്റെ മുക്കാലും ഞാൻ അടിച്ചു തീർക്കണ്ട, അറിയോ? നമുക്ക് തിരിച്ചോട്ട് കൊടുക്കടാ. നീ ഇങ്ങോട്ട് വന്നേ. 62 പെഗ്. ഇതിനകത്ത് വെച്ച് തലയിൽ ചവിട്ടാൻ പറ്റുമോ? ഡാഡി വാ. എന്തൊരു മനുഷ്യനാണോ പുള്ളി? കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല. കുടുംബത്തിൽ ഇതുപോലെ അമ്മാവൻ വേണം കണ്ടു പഠിക്കാൻ. നടപ്പ് കണ്ടോടാ നീ. ഡാഡി പറയുന്നേക്ക്. ഈ കണ്ടീഷനിൽ എന്തിനു വണ്ടി എടുക്കണ്ട, നമുക്കൊരു ഓട്ടോയ്ക്ക് പോവാം, എന്നിട്ട് നാളെ വന്നത് എടുക്കാം. ഡാഡി വാ, പെട്ടെന്ന് റൂമിൽ പോയിട്ട് നമുക്ക് ഇതുപോലെ ആവാം. എടാ, നിനക്ക് ആ പെങ്കോ ചെയ്താന്ന് മനസ്സിലായോ? ഇല്ല. ആ കുട്ടിയാടാ ഇന്നലെ ജേക്കബിന്റെ വെഡിങ്ങിന് കൊയർ പാടിയത്. അല്ല ഏതാടാ പുറകില്? ഡാഡി സ്ലോലി. പോയാ മതി. കണ്ടിട്ട് വശപ്പശക. ഡാഡി വരുമ്പോ ഇത് സ്ട്രൈറ്റ് ആയിരുന്നു, വളവൊന്നും അപ്പ ഇല്ലായിരുന്നു. ഇപ്പൊ ശരിയാക്കി ആരാത്? ബാറ്ററി ഡൗൺ ആയതാണ്. നീ പോവാ. ഒരു മിനിറ്റ് ഇപ്പൊ ശരിയാവും, നോക്കിക്കോ. ചേട്ടാ, ബാക്കില് വണ്ടികളൊക്കെ ബ്ലോക്കാ. ഇതൊന്നിടത്ത് മാറ്റിയിരുന്നേ എല്ലാവർക്കും പോവായിരുന്നു. ഒന്ന് സഹകരിക്കണ്ട അനിയ, പോയിട്ട് ആരുടെ ശവോടൊക്കെ ഒന്നും നടത്താനില്ലല്ലോ. പയ്യപ്പോ താൻ ഡ്രൈവ് ചെയ്യില്ലേ? ഇല്ല. ചേട്ടാ വന്നേ പറയാം. ചേട്ടാ കേറിക്കോ. എന്താ ചേട്ടാ ഇരിക്കേ പറയാം. വണ്ടി എടുക്ക. ഞാൻ താഴെ കൊണ്ടാക്കാം. മനസ്സിലായില്ലേ? തട്ടിക്കൊണ്ടു പോവല്ലോ. അതാ കൊണ്ടായിക്കോ. 100 വിളിക്ക്. പോലീസ്. നീ ആരടാ? എന്റെ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ എന്നെ പിടിച്ച് പുറകിലിട്ട് നീ ആരടാ? പറയടാ. ഡാഡി പ്ലീസ് കീപ് ക്വയറ്റ്. ഐ ആം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. തനിക്ക് എന്നെ മനസ്സിലായോ? നമ്മള് ഇന്നലെ പള്ളിയിൽ വെച്ച്. മനസ്സിലായി. എങ്ങോട്ടാ? ഫോർട്ട് കൊച്ചി. അത് കൊള്ളാലോ. ഞങ്ങളും അങ്ങോട്ടാ. അവിടെ ബ്രിസ്റ്റോ ലൈറ്റ് ഹൗസിലാ താമസം. അപ്പൊ പ്രശ്നമില്ല, ഞാൻ കൊണ്ടാക്കാം വീട് വരെ. ഏയ് അതൊന്നും വേണ്ട, താഴെ വിട്ടാ മതി, ഞങ്ങൾ ഓട്ടോയ്ക്ക് പൊക്കോളാം. ഈ പരുവത്തില് പുള്ളിക്കാരനെ കൊണ്ട് ഒരു പരിചയം ഇല്ലാത്തൊരു ഓട്ടോയിൽ പോകുന്നേക്കാൾ നല്ലതല്ലേ ഞാൻ കൊണ്ടാക്കുന്നത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ തമ്മിൽ ഒരു ദിവസത്തെ പരിചയമില്ല. നീ ഈ വണ്ടിയെ ഫോളോ ചെയ്യും.
പുറകില്. ഡാഡി എന്ത് ചെയ്യുന്നു? You know, I am a sailor. കപ്പിത്താൻ. കാറ്റും കോളും പേമാരിയും വകവയ്ക്കാതെ മഹാസമുദ്രങ്ങളുടെ കപ്പൽ ഓടിച്ചിരുന്ന ഒരു നാവികനായിരുന്നു ഞാൻ. ആ എന്നെയാ നീ ട്രെയിൻ സീറ്റിൽ നിന്ന് ഇറക്കി വിട്ടത്. You will regret. You must regret. ക്യാപ്റ്റൻ ആയിരുന്നോ? യു മീൻ ലൈക്ക് ഇൻ മെർച്ചന്റ് നേവി? വെറുതെ പറയുക. കുറച്ച് നാൾ മുമ്പ് വരെ ഒരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. ഇപ്പൊ അതും പൂട്ടി. ഒരു പണിക്കും പോവാതെ വെറുതെ വീട്ടിലിരിക്കോ? ഈ റൈറ്റ് സൈഡിലെ വീടാ. ഓക്കെ. ഡാഡി, ഇനി ഞാൻ ഓടിക്കാം. ഞാൻ പിടിക്കാം. I'm all right. I'm all right. അല്ല, Okay. All right. ഒരുപാട് ബുദ്ധിമുട്ടിച്ചെന്നറിയാം. താങ്ക്സ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എമി ഇന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ കണ്ടൊരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, എമിക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് എമിയെ കെട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. തൻ്റെ സിറ്റുവേഷനും പ്രോബ്ലം ഒക്കെ എനിക്കറിയാം. എമിയുടെ ഉത്തരം പോസിറ്റീവ് ആണെങ്കിൽ ഡാഡിയെ ഞാൻ ഡീൽ ചെയ്തോളാം. എമി വേഗം വാ, ദേ ബോഡി എടുക്കാറായി. ഈ കണ്ണുകളിൽ നീയാടു ലോകം. എടാ കോപ്പേ, കല്യാണത്തിന് വരാൻ ടിക്കറ്റ് അയച്ചു തന്നിട്ട് എയർപോർട്ട് ലൗഞ്ചിൽ അടിച്ച് കിണ്ടി ആയി കിടന്ന് ഉറങ്ങി അല്ലടാ? സോറി അളിയ, അത് കോമ്പൻസേറ്റ് ചെയ്യാനല്ലേ ഞാൻ രാവിലെ മുതൽ നിൽക്കുന്നേ. രണ്ടുപേരും നിങ്ങളുടെ പെട്ടി സാധനങ്ങളെടുത്ത് ഈ വണ്ടി കയറ്റിക്കോ, നമുക്ക് സ്ഥലം വിടാം.